UDF സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി VD സതീശനടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ. 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന പ്രതീക്ഷ. സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം 8 മണി മുതൽ. ചടങ്ങ് പ്രദർശിപ്പിക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ വിവിധയിടങ്ങളിൽ LED സ്ക്രീനുകൾ. നഗരത്തിൽ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഗതാഗത നിയന്ത്രണം. UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ആശുമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചേക്കും. കൊച്ചിയിലെ മാതൃകയിൽ ഇന്ദിരാ ക്യാന്റീൻ സംസ്ഥാന വ്യാപകമാക്കിയേക്കും. അഴിമതി തടയാൻ വിജിലൻസ് കമ്മീഷനെയും പ്രഖ്യാപിച്ചേക്കും. മന്ത്രിമാർക്ക് തീരുമാനിച്ച വകുപ്പുകളിൽ മാറ്റത്തിന് സാധ്യത. വൈദ്യുതി വകുപ്പിൽ ഇടഞ്ഞ മുരളീധരനെ ആരോഗ്യവും ദേവസ്വവും നൽകി അനുനയിപ്പിച്ചു. ഷിബു ബേബി ജോണിന് വനവും കശുവണ്ടി വികസനവും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെത്താൻ ഇനിയും വൈകിയാൽ ഇറാനിൽ ഒന്നും ബാക്കിയുണ്ടാകില്ല. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് US 5 നിർദ്ദേശങ്ങൾ നൽകിയെന്ന റിപ്പോർട്ട്. സൗദിയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ്. ജയം 5 വിക്കറ്റുകൾക്ക്. ജയത്തോടെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി ഡൽഹി.